ശരത് ഉപയോഗിക്കുന്നത് പുതിയ ബൈക്കല്ലേ? അതെ. ഈ അടുത്ത് സർവീസ് ചെയ്തതല്ലേ? അതെ. പിന്നെ എങ്ങനെയാ നട്ട് ഊരിപ്പോയത്? അറിയില്ല. ഞാൻ പറയുന്നത് ഇത് പുറത്താരോ ചെയ്തതാ. ശരത്തിനും അങ്ങനെ തോന്നുന്നില്ലേ? ഇല്ല. ശരത്തെ, ഇതൊരു ആക്സിഡന്റ് കേസ് മാത്രമായി ഫയല് ക്ലോസ് ചെയ്യാൻ വളരെ എളുപ്പമോ? അപകടം പറ്റിയത് ശരത്തിനായതുകൊണ്ടും വളരെ റെയറായിട്ടുള്ള അപകടം ആയതുകൊണ്ടാ കാര്യമായിട്ട് ഒരു അന്വേഷണം നടത്താമെന്ന് ചിന്തിച്ചത്. ശരത്ത് ഞങ്ങളോട് സഹകരിക്കണം. എനിക്കറിയാവുന്നല്ല മാഡം പറയാൻ പറ്റൂ. ആ ഞട്ടളകി പോകാൻ സാധ്യതയില്ലെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. പക്ഷേ സംഭവിച്ചു. അതിന് കാരണം മൂന്നാമതൊരാളുടെ ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം തെളിവില്ല. ഒരു കേസ് അന്വേഷണത്തിന് തെളിവുകളാണല്ലോ മാഡം പ്രധാനം. തെളിവൊക്കെ നമുക്കുണ്ടാക്കിയെടുക്കാം. ശരത്തിന് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഈ സംഭവത്തിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പുറത്തു കൊണ്ടുവരാം. എനിക്കാരെ സംശയമില്ല മാഡം. അല്ലെങ്കിലും എന്നെ അപായപ്പെടുത്താൻ മാത്രമുള്ള ശത്രുത ആർക്കെങ്കിലും ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. തൽക്കാലം ഒന്നും വേണ്ട. ദയവേത് മാഡം ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. എനിക്കാ താല്പര്യം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ആ ഫയൽ ഇങ്ങോട്ട് എടുത്തേ. ഇവിടെ ഒരു ഒപ്പിട്ടേക്ക്. എന്നാ ശരി. നീ എന്ത് പണിയായി കാണിച്ചത്? നിന്നെ ഈ അവസ്ഥയിലാക്കിയത് അവളല്ലേ, ആ ദേവിക. എന്നിട്ടെന്താ നീ ആ വിവരം പോലീസിനോട് പറയാത്തത്? അമ്മേ, ഒന്ന്, നമുക്കത് തെളിയിക്കാൻ പറ്റില്ല. രണ്ട്, ഞാൻ അവളെ പോലീസുകാർക്കും കോടതിക്കോ അല്ല വിട്ടുകൊടുക്കാൻ പോകുന്നത്. അവളെ എനിക്ക് വേണം, എനിക്ക് മാത്രമായിട്ട്. അമ്മ കണ്ടോ ഇതിന് ഞാൻ കൊടുക്കാൻ പോകുന്ന തിരിച്ചടി എന്താണെന്ന്? ഇനി ഒരിക്കലും അവൾ ഇങ്ങനൊരു സാഹസം കാണിക്കുന്നില്ല.